ബൈപ്പാസ് ഓപ്പറേഷനും ആൻജിയോപ്ലാസ്റ്റിയും മരണങ്ങൾ കുറക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക് കുറക്കുന്നില്ല, കോംപ്ലിക്കേഷൻസ് കുറക്കുന്നില്ല. ആകെ ഉണ്ടാവുന്നത് രോഗികൾക്കും ഡോക്ടർക്കും ബന്ധുക്കൾക്കും ഒരു കോൺഫിഡൻസ്, എന്തോ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ അസുഖമൊക്കെ മാറി എന്നുള്ളത്. പക്ഷേ ഈ സന്തോഷം കുറച്ച് നാളെ നീണ്ടു നിൽക്കുള്ളൂ. പിന്നീട് ഹാർട്ട് അറ്റാക്കും എൻജൈനും തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ ഹൃദ്രോഗികളെ ചികിത്സിക്കാൻ ആരംഭിച്ചിട്ട് 47 കൊല്ലങ്ങളായി. ആദ്യത്തെ 11 കൊല്ലം മെഡിക്കൽ കോളേജുകളിലും പിന്നീട് വിദേശത്തും കേരളത്തിലുള്ള പല ആശുപത്രികളിലും ജോലിയെടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് ദിവസവും രാവിലെ റൗണ്ട്സിന് പോകുമ്പോൾ ഞാൻ ഒരു കൂട്ടം രോഗികളെ കാണാറുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം പ്രൊഫസർ വിധി എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് 3-4 ബ്ലോക്ക് ഉണ്ട്, ഒന്നോ ബൈപ്പാസ് ഓപ്പറേഷൻ, ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു കാലമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ രോഗികൾക്കാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല, പണമില്ല, ഭയമാണ്. അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സ മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്ന രോഗികൾ, മരണവും കാത്ത് നിസ്സഹായരായി വിഷമിച്ചിരിക്കുന്ന രോഗികളെയാണ് ദിവസവും രാവിലെ കാണാറുണ്ടായിരുന്നത്. ആ കാലത്ത് അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവരുടെ മരണത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ പുതിയ ചികിത്സാ രീതി കൊണ്ട് 10 ദിവസം കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ കാലത്ത് ഒരു കൊല്ലത്തിൽ 1000-ഓളം രോഗികളെടുത്ത് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറി വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുമായിരുന്നു. അതിൽ പകുതി പേര് നിർദ്ദേശിച്ചാൽ ഉടനെ തന്നെ പോവും. പകുതി പേര് പറയും, സാറേ പൈസയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സാർ എന്തെങ്കിലും എഴുതി തന്നാൽ മതി, സാറ് പറഞ്ഞതുപോലെ ഞാൻ നിന്നോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ഉടനെ ഓപ്പറേഷനിൽ പോയതിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ ഭൂരിപക്ഷ ആളുകളും ജീവിച്ചിരിക്കുന്നു. അതേസമയത്ത് വിദേശത്തുനിന്നുള്ള പല ഗവേഷണ ഫലങ്ങളും ഇത് തന്നെയാണ് കാണിച്ചത്. ബൈപ്പാസ് ഓപ്പറേഷനും ആൻജിയോപ്ലാസ്റ്റിയും മരണങ്ങൾ കുറക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക് കുറക്കുന്നില്ല, കോംപ്ലിക്കേഷൻസ് കുറക്കുന്നില്ല. ആകെ ഉണ്ടാവുന്നത് രോഗികൾക്കും ഡോക്ടർക്കും ബന്ധുക്കൾക്കും ഒരു കോൺഫിഡൻസ്, എന്തോ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ അസുഖമൊക്കെ മാറി എന്നുള്ളത്. പക്ഷേ ഈ സന്തോഷം കുറച്ച് നാളെ നീണ്ടു നിൽക്കുള്ളൂ. പിന്നീട് ഹാർട്ട് അറ്റാക്കും എൻജൈനും തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു 24 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ചികിത്സാ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി.